ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടോക്കൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ടോക്കൺസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സാധാരണ ടോക്കൺസ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ചോദിക്കാറില്ല, എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറില്ല. എന്താണ് ടോക്കൺസ് എന്ന് മേ ബി 4 മാർക്സിന് ചോദിക്കാം. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും സാധാരണ എസ്എ ആയിട്ട് ചോദിക്കുന്നത്. മേ ബി കീവേഡ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ് ഒരു 10 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 മാർക്സിന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഈ ടോക്കൺസ് കംപ്ലീറ്റ് ആയിട്ട് 10 മാർക്സിന് ചോദിക്കാനുള്ളത് ഒരുപാട് കൂടിപ്പോകും. അവിടെ ഒരുപാട് പോയിൻറ്റ്സ് എഴുതാനായിട്ടുണ്ട്. ഈ ടോക്കൺസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കീവേഡ്സിനെ പറ്റിയും ഐഡൻറ്റിഫയേഴ്സിനെ പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഡാറ്റ ടൈപ്സിനെ പറ്റി പറഞ്ഞ് നിർത്തിയായിരുന്നു. ഡാറ്റ ടൈപ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആൽഫബറ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സിമ്പിളോ ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡായിട്ട് CHAR എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്, കീവേഡാണ് ഉപയോഗിക്കുന്നത് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ചാർ എന്ന ഡാറ്റ ടൈപ്പിൽ, അതായത് ക്യാരക്ടർ എന്ന ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ അതിൽ നമുക്ക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് ആവാം, മേ ബി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവാം, സ്മോൾ ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ സിമ്പിൾസ് ആവാം. ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലാണെങ്കിൽ. ശ്രദ്ധിക്കുക, ഒരു ക്യാരക്ടർ മാത്രമേ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാനായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള എക്സാമ്പിളായിട്ട് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ B, സ്മോൾ ലെറ്റർ F, പിന്നെ ആൻഡിൻ്റെ സിമ്പിൾ, ഇവിടെ അണ്ടർസ്കോർ, അറ്റ് എന്ന് പറയുന്ന സിമ്പിൾ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 7 എന്ന് പറയുന്ന ഒരു നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ 7 എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ക്യാരക്ടർ ആയിട്ടാണ് അത് സ്റ്റോർ ആവുന്നത്, നമ്പർ ആയിട്ടല്ല. ഒരു ഇൻറ്റീജർ നമ്പർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടായിരിക്കത്തില്ല ഈ 7 അതിൽ സ്റ്റോർ ആവുന്നത്. 7 എന്ന് പറയുന്ന ആ നമ്പർ ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഈ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലായിട്ട് സ്റ്റോർ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒരു ക്യാരക്ടർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിപ്പോൾ ആൽഫബറ്റ് ആയിരുന്നാലും നമ്പർ ആയിരുന്നാലും. നമ്പർ നമ്മളിപ്പോൾ 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ 5 എന്ന് പറയുന്ന നമ്പറിനെ ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അല്ലാതെ 5 എന്ന് പറയുന്ന നമ്പർ ആയിട്ടായിരിക്കത്തില്ല സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു 3ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു, അതിൽ ആസ്കി വാല്യൂസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആസ്കി വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ആസ്കി വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ആസ്കി നമ്പർ. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, അതൊരു സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം കീബോർഡിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഒരു നമ്പർ, ഒരു ആസ്കി വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, A എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയുന്ന ക്യാരക്ടറിന് 65 എന്ന നമ്പറാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. B എന്ന ക്യാപിറ്റൽ ലെറ്റർ Bക്ക് 66 എന്ന നമ്പറാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ A2 ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Zഉം അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ A to Zനും അതുപോലെ തന്നെ ബാക്കി സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്ന ആ ക്യാരക്ടേഴ്സിന് എല്ലാം ഓരോ ആസ്കി വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആക്ച്വലി ഈ ആസ്കി വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ക്യാരക്ടർ വേരിയബിളിലോട്ട് നമ്മൾ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആസ്കി വാല്യൂ ആണ് ആ വേരിയബിളിലോട്ട് സ്റ്റോർ ആവുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സിനും ഓരോ പർട്ടിക്കുലർ ആസ്കി വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 0 എന്ന് പറയുന്ന നമ്പറിൻ്റെ ആസ്കി വാല്യൂ 48 ആണ്. 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ ആസ്കി വാല്യൂ 49 ആണ്. നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് ഈ 1 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ 1 എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ആവുന്നത് 49 എന്ന ആസ്കി വാല്യൂ ആയിട്ടാണ്. അല്ലാതെ 1 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ നമ്പർ ആയിട്ടല്ല, ഇൻറ്റീജർ നമ്പർ ആയിട്ടായിരിക്കത്തില്ല സ്റ്റോർ ആവുന്നത്. 1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ ഈ വാല്യൂ, ഈ ആസ്കി വാല്യൂ ആയിരിക്കും അതിൽ സ്റ്റോർ ആവുന്നത്. 49 എന്ന ആസ്കി വാല്യൂ ആയിരിക്കും അതിൽ സ്റ്റോർ ആവുന്നത്. നിങ്ങൾ ഈ ആസ്കി വാല്യൂ എല്ലാം കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ടുള്ള ഈ ഒരു 3 പോയിന്റ്സ് മനസ്സിലാക്കി വയ്ക്കുക. ക്യാപിറ്റൽ ലെറ്റർ A to Z ആസ്കി വാല്യൂ 65 to 90 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ A to Z ആണെങ്കിൽ 97 to 122 എന്ന ആസ്കി വാല്യൂസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 to 9 ആണെങ്കിൽ 48 to 57 വരെയുള്ള ആസ്കി വാല്യൂസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലോട്ട് ഈ എന്തെങ്കിലും ആൽഫബറ്റ്സോ സ്പെഷ്യൽ സിമ്പിൾസോ നമ്പേഴ്സോ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ആക്ച്വലി സ്റ്റോർ ആവുന്നത് ഈ ആസ്കി വാല്യൂസിലായിരിക്കും സ്റ്റോർ ആവുന്നത്. ഈ നമ്പേഴ്സ് എല്ലാം സ്റ്റോർ ആവുന്നത് ഈ ആസ്കി വാല്യൂസിലായിരിക്കും. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി നമുക്ക് ടോക്കൺസ് എന്ന് പറയുന്ന സംഭവം പഠിക്കാം.
ഈ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സി പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ C++ പ്രോഗ്രാമിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് ആ പ്രോഗ്രാം റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലാംഗ്വേജ് C++ എന്ന ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ എലമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒബ്ജക്റ്റിനെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഈ എലമെൻറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു വേർഡ് ആവാം, ഒരു വാക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്റർ ആവാം, എന്തെങ്കിലും ഒരു അക്ഷരമാവാം, ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ ആവാം. എന്തായാലും ഏറ്റവും ചെറിയ എലമെൻസിനെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒബ്ജക്ട്സ് C++ റെക്കഗ്നൈസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ എലമെൻസിനെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഇത് ഒരു വേഗമായിട്ടുള്ള കൺസെപ്റ്റാണ്. ടോക്കൺസിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ടോക്കൺസ് എന്ന്. തൽക്കാലം ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ് C++ റെക്കഗ്നൈസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ എലമെൻറ്റിനെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ആ ടോക്കൺസിനെ മെയിൻലി 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കപ്പോഴേക്കും എന്താണ് ഈ ടോക്കൺസ് എന്ന് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് ഈ പ്രോഗ്രാമിംഗ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. അതിൽ ആദ്യത്തെ 2 എണ്ണമാണ് കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും. ആദ്യം നമുക്ക് കീവേഡ്സ് എന്താണെന്ന് പറയാം. എന്താണ് ഈ കീവേഡ്സ് എന്ന് പറയുന്ന സംഭവം? ഞാൻ ഈ കീവേഡ് എന്ന വാക്ക് ഒരുപാട് ക്ലാസ്സിലായിട്ട് പറഞ്ഞു. പ്രോഗ്രാം നമ്മൾ എഴുതിയപ്പോഴും അല്ലാതെ ബേസിക്സ് എല്ലാം പഠിച്ച സമയത്തും കീവേഡ്സ് എന്ന സംഭവം ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തു. ആക്ച്വലി ഈ കീവേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടൊരു മീനിങ് C++ എന്ന ലാംഗ്വേജിനുണ്ട്. അതായത് മേ ബി നമുക്കിവിടെ പറയുന്നത് ഇവിടെ ഇൻഡ് എന്ന് പറയുന്ന വേർഡ് അതൊരു കീവേഡാണ്. അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ടല്ലോ. നമ്മുടെ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്ന ഡാറ്റാ ടൈപ്പിലുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഇൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഇൻഡ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു റിസർവ്ഡ് വേർഡാണെന്ന് പറയാം. അത് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു റിസർവ്ഡ് വേർഡാണ് ഇൻഡ് എന്നുള്ളത്. അതിന് സ്പെസിഫിക് ആയിട്ടൊരു മീനിങ് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു മീനിങ് നമുക്കതിന് കൊടുക്കാനൊക്കത്തില്ല. മാത്രമല്ല ഈ ഇൻഡ് എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കത്തില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ വേർഡ്സിനെയാണ്, അങ്ങനത്തെ വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരുപാട് എണ്ണം കൊടുത്തിട്ടുണ്ട്. എല്ലാ കീവേഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ടില്ല, കുറച്ച് കീവേഡ്സ് മാത്രമേ ഉള്ളൂ. അതിൽ 3 ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്ത കീവേഡ്സ് തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. ഇൻഡ് എന്ന് പറയുന്ന ഒരു കീവേഡ്, റിട്ടേൺ 0 എന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന ആ റിട്ടേൺ എന്ന് പറയുന്ന വേർഡ്, അതുപോലെ തന്നെ വൈൽ, നമ്മുടെ ഈ ഫോർ, ഇഫ്, വൈൽ എന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതാ വൈൽ ഇവിടെ ഉണ്ട്, ഇഫ് ഇതാ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഫോർ ഇവിടെ കാണും, കേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ബ്രേക്ക്, ഇതെല്ലാം നമ്മൾ ഇനി പഠിക്കും, സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കും. ഫോർ വന്നു, ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലുള്ള ആ കീവേഡ് വന്നു. അതുപോലെ തന്നെ നെയിം സ്പേസ് എന്ന വേർഡ് വന്നു. പിന്നെ ക്യാരക്ടറിൻ്റെ ചാർ എന്ന് പറയുന്ന വേർഡ് വന്നു, വോയിഡ് എന്ന് പറയുന്ന വേർഡ് വന്നു. ഇതെല്ലാം കീവേഡ്സ് ആണ്, ഇതെല്ലാം റിസർവ്ഡ് വേർഡ്സ് ആണ്. ഇതിനെല്ലാം ഒരു സ്പെസിഫിക് മീനിങ് നമ്മുടെ ഈ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുണ്ട്. അതിൻ്റെ മീനിങ് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിനൊന്നും ഈ പേരൊന്നും കൊടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഒരുപാട് വേരിയബിൾസ് നമ്മൾ പ്രോഗ്രാം എഴുതിയപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. A എന്നും B എന്നും സം എന്നും ആവറേജ് എന്നും ഒക്കെയുള്ള പേര് നമ്മൾ ഓരോ വേരിയബിൾസിന് കൊടുത്തായിരുന്നു. അപ്പോൾ ആ വേരിയബിൾസിന് കൊടുക്കുന്ന പേരൊന്നും നമുക്ക് ഈ വേർഡ്സ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇതെല്ലാം കീവേഡ്സ് ആണ്, ഇതെല്ലാം റിസർവ്ഡ് വേർഡ്സ് ആണ്. ഇതിനെല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടൊരു മീനിങ് നമ്മുടെ ഈ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുണ്ട്. അങ്ങനത്തെ വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്, അങ്ങനത്തെ റിസർവ്ഡ് വേർഡ്സ്. Keywords are the tokens that convey some specific meaning to the language compiler. അതായത് കമ്പൈലർ റെക്കഗ്നൈസ് ചെയ്യുന്ന റിസർവ്ഡ് ആയിട്ടുള്ള മീനിങ് ഉള്ള, ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീവേഡ്സ് ആക്ച്വലി C എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആക്ച്വലി 32 കീവേഡ്സ് ഉണ്ട്. ആ മുഴുവൻ 32 കീവേഡ്സും C++ എന്ന ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ അഡീഷണലായിട്ട് പിന്നെയും ഒരു 30ഓളം കീവേഡ്സ് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുണ്ട്. നമ്മുടെ ബാലഗുരുസ്വാമി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് C++ എന്ന ലാംഗ്വേജിന് 64 കീവേഡ്സ് ഉണ്ട് എന്നാണ് ബാലഗുരുസ്വാമി എന്ന് പറയുന്ന ഓതറിൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു സ്റ്റാൻഡേർഡ് ബുക്കാണ് C++ന്. വേറെ പല ബുക്കിലും പല വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ചില ബുക്സിൽ 95 കീവേഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റാൻഡേർഡിലും ഓരോ കീവേഡ്സ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ആക്ച്വലി ANSI സ്റ്റാൻഡേർഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് പ്രകാരം 64 കീവേഡ്സ് ആണ് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ളത് എന്നാണ് ബാലഗുരുസ്വാമിയുടെ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മളും അങ്ങനെ പഠിച്ചാൽ മതി. ആ 64 കീവേഡ്സിൽ 32 കീവേഡ്സും C എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ളതാണ്.
ആണ്. അത് അതേപടി C++ലും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ C++ന് അഡീഷണൽ ആയിട്ടുള്ള ഒരു 32 കീവേഡ്സും കൂടെ ഉണ്ട്. ഈ 64 കീവേഡ്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കീവേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഓരോ കീവേഡ്സ് നമുക്ക് മനസ്സിലായി വരും. അത്രയേ ഉള്ളൂ. അല്ലാതെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എല്ലാ കീവേഡ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ കീവേഡ്സ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇങ്ങനത്തെ വേർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ കീവേഡ്സ് ആണെന്ന്. ഈ ഫ്രണ്ട് എന്നുള്ളത് ഒരു C++ലെ ഒരു കീവേഡാണ്. പ്രൈവറ്റ്, സ്റ്റാറ്റിക്, യൂണിയൻ, ഇതെല്ലാം നമ്മൾ ഓരോ ടോപ്പിക്കിലായിട്ട് പഠിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വേർഡെല്ലാം സ്പെസിഫിക് മീനിങ് ഉള്ള വേർഡാണ്. ആ വേർഡിനെ കീവേഡ് എന്ന് പറയും. റിസർവ്ഡ് വേർഡാണ്. നമുക്ക് ഈ വേർഡിൻ്റെ ഒന്നും മീനിങ് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. ഈ വേർഡ്സ് ഒന്നും നമ്മുടെ വേരിയബിൾസിൻ്റെ പേരായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. വേരിയബിൾസിനെ നെയിം ചെയ്യാനും ഈ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ സൈസ് ഓഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. അതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇതെല്ലാം കീവേഡ്സ് എന്ന് പറയും. അതാണ് ഫസ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടോക്കൺസിനെ ഐഡൻറ്റിഫയേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഐഡൻറ്റിഫയേഴ്സ് ആണ് ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പം വേരിയബിൾസിൻ്റെ നെയിമായിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ നെയിമായിട്ടോ അല്ലെങ്കിൽ അറേസിൻ്റെ നെയിമായിട്ടോ, ഈ ഫംഗ്ഷൻസും അറേസും എല്ലാം സെക്കൻഡ് മോഡലിൽ നമ്മൾ പഠിക്കും. ഈ ഫംഗ്ഷൻസിൻ്റെയോ അല്ലെങ്കിൽ അറേസിൻ്റെയോ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെയോ പേരായിട്ട് നെയിമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. A, B, C എന്നീ പേരുള്ള വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. സമ്മ്, ആവറേജ്, ടോട്ടൽ എന്നൊക്കെ പേരുള്ള വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെല്ലാം ഐഡൻറ്റിഫയേഴ്സ് എന്നാണ് പറയുന്നത്. അതൊന്നും കീവേഡ്സ് അല്ല. കാരണം അതൊന്നും ലാംഗ്വേജിൽ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും അല്ല. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സാണ്. അതിൻ്റെ മീനിങ്ങും നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിക്കലി ഈ വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻസിൻ്റെയൊക്കെ പേരുകളാണ് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സിനെ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയും. ഈ ഐഡൻറ്റിഫയേഴ്സ്, അതായത് നമ്മൾ വേരിയബിൾസിൻ്റെയോ ഫംഗ്ഷൻസിൻ്റെയോ അറേസിൻ്റെയോ ഒക്കെ പേര് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ആ റൂൾസ് ഇവിടെ 5-6 പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റൂൾസാണ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ ഈസി ആയിട്ടുള്ള റൂൾസാണ്. ഈ 6 റൂൾസ് പഠിച്ചു വച്ചിരിക്കുക. കാരണം ഐഡൻറ്റിഫയേഴ്സ് എന്ന ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഈ 5-6 റൂൾസും കൂടെ ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റൂൾസ് എല്ലാം സിമ്പിളാണ്. ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്ന പേര് വേണം നമ്മൾ വേരിയബിൾസിനും ഫംഗ്ഷൻസിനും അറേസിനും എല്ലാം കൊടുക്കാനായിട്ട്. ഇതിൽ ആദ്യത്തെ റൂൾ എന്തെന്ന് പറഞ്ഞാൽ, അതിന് ഐഡൻറ്റിഫയർ ഈസ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. ലെറ്റേഴ്സും അതായത് ആൽഫാബെറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, ഡിജിറ്റ്സ് ചേർന്നതാണ് ഐഡൻറ്റിഫയറിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. അതായത് കേസ് സെൻസിറ്റീവ് ആണ്. ലോവർ കേസ് ലെറ്റേഴ്സ് വേറെ, അപ്പർ കേസ് ലെറ്റേഴ്സ് വേറെ. സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും രണ്ടാണ് എന്നാണ് രണ്ടാമത്തെ റൂള്. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. മൂന്നാമതാണ് മെയിൻ, കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്. അതിൻ്റെ മീനിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് ഒന്നും ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കീവേഡ്സിനൊന്നും നമുക്ക് വേരിയബിൾസിൻ്റെ പേരായിട്ടോ ഫംഗ്ഷൻസിൻ്റെ പേരായിട്ടോ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെല്ലാം സ്പെസിഫിക് ആയിട്ടൊരു മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ്. അതായത് ഒരു വേരിയബിളിൻ്റെ പേര് എഴുതുമ്പോൾ 2 വാക്കായിട്ട് എഴുതരുത്. സിംഗിൾ വേർഡായിട്ട് എഴുതാവും. വേരിയബിൾസിൻ്റെ പേരായിരുന്നാലും ഫംഗ്ഷൻ്റെ പേരായിരുന്നാലും അറേസിൻ്റെ പേരായിരുന്നാലും നമ്മൾ സിംഗിൾ വേർഡായിട്ട് നമ്മൾ കൊടുക്കാറുള്ളൂ. അതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും യൂസ് ചെയ്യാറില്ല. സ്പേസ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യാം. 2 വേർഡ്സിൻ്റെ ഇടയിൽ അണ്ടർസ്കോർ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പേര് എഴുതാൻ സാധിക്കും. നമ്മൾ ഇമെയിൽ ID ഒക്കെ നമ്മൾ അങ്ങനെ എഴുതാറുണ്ട്, ക്രിയേറ്റ് ചെയ്യാറുണ്ട്. 2 വേർഡ്സ് ഉള്ള ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആ 2 വേർഡ്സിൻ്റെ ഇടയിൽ ഒരു അണ്ടർസ്കോറും കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെ സിംഗിൾ വേർഡായിട്ട് നമ്മൾ ഇമെയിൽ ID ഒക്കെ എഴുതാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും അണ്ടർസ്കോർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, അണ്ടർസ്കോറിനെ ലെറ്റർ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളല്ല. അണ്ടർസ്കോർ കൗണ്ട്സ് ആർ ലെറ്റർ. അതായത് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ. അതായത് സാധാരണ ഡിജിറ്റ്സ് ഒന്നും ഉപയോഗിച്ച് ഐഡൻറ്റിഫയേഴ്സിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒരു വേരിയബിൾസിൻ്റെയോ ഫംഗ്ഷൻസിൻ്റെയോ പേരൊന്നും ഡിജിറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഒരു ആൽഫാബെറ്റ്, അല്ല എങ്കിൽ ഒരു അണ്ടർസ്കോർ. ഈ അണ്ടർസ്കോറും ആൽഫാബെറ്റ്സും അല്ലാതെ ആൽഫാബെറ്റ്സും പിന്നെ നമ്പേഴ്സും യൂസ് ചെയ്യാം. പക്ഷേ നമ്പേഴ്സ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആ പേരിൻ്റെ ബിഗിനിങ്ങിൽ ഒരു ഡിജിറ്റ് വരാൻ പാടില്ല. അല്ലാതെ വേറെ എന്തെങ്കിലും ആൽഫാബെറ്റ്സോ ഈവൻ അണ്ടർസ്കോറോ യൂസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു. പക്ഷേ സ്പെഷ്യൽ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യാറില്ല.
സ്പെഷ്യൽ സിമ്പിൾസ് ആകെ ഒരേ ഒരു സ്പെഷ്യൽ സിമ്പിൾ മാത്രമേ നമ്മൾ ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് വേരിയബിളിൻ്റെ പേര് അല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ നെയിം സെറ്റ് ചെയ്യാനായിട്ട് ഒരേ ഒരു സ്പെഷ്യൽ സിമ്പിൾ മാത്രമേ യൂസ് ചെയ്യൂ. അത് അണ്ടർസ്കോർ ആണ്. വേറെ ഒരു സ്പെഷ്യൽ സിമ്പിളും നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ നെയിംസ് ക്രിയേറ്റ് ചെയ്യാറില്ല. അതിൽ തന്നെ അണ്ടർസ്കോർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വേരിയബിളിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഡിജിറ്റിൽ നമ്മളൊരു വേരിയബിളിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. മിക്കവാറും ആൽഫബറ്റിലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. വേരിയബിളിൻ്റെ പേരല്ല ആൽഫബറ്റിലേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അണ്ടർസ്കോറിനും സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഡിജിറ്റ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു വേരിയബിളിൻ്റെ പേര് ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ വേറെ ഒരു സ്പെഷ്യൽ സിമ്പിളും നമ്മൾ യൂസ് ചെയ്യാറുമില്ല. അണ്ടർസ്കോർ എന്ന സ്പെഷ്യൽ സിമ്പിൾ അല്ലാതെ വേറെ ഒരു സ്പെഷ്യൽ സിമ്പിളും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇവിടെ വാലിഡ് ആയിട്ടുള്ള കുറച്ച് ഐഡൻറ്റിഫയേഴ്സിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ നം, ഫയൽ, പ്രോഗ്രാം, അണ്ടർസ്കോർ AVG, ഫ്ലോട്ട് എന്നീ പേരിലെല്ലാം നമുക്ക് ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കീവേഡാണ്. ഇവിടെ ഫ്ലോട്ട് ഇവിടെ എവിടെയോ ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. പക്ഷെ ആ ഫ്ലോട്ട് അല്ല ഈ ഫ്ലോട്ട്. കാരണം ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ F ക്യാപിറ്റൽ ലെറ്റർ ആണ്. കാരണം F ക്യാപിറ്റൽ ലെറ്റർ ആയപ്പോൾ തന്നെ അത് സംഭവം രണ്ടായി. കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഈ ഫ്ലോട്ട് അല്ല ഈ വരുന്ന ഫ്ലോട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി കീവേഡ്സ് യൂസ് ചെയ്യാം, മനസ്സിലാവാനായിട്ട് കീവേഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ അതിലേതെങ്കിലും ഒരു ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കീവേഡ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ലെറ്റേഴ്സിലും പിന്നെ ഈ അണ്ടർസ്കോർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി സ്പെഷ്യൽ സിമ്പിൾ ഒന്നും യൂസ് ചെയ്യാറില്ല. എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. കാരണം അത് രണ്ടാണ്. ഇവിടെ നം, ഫയൽ എന്നീ പറഞ്ഞ ഐഡൻറ്റിഫയേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻഡ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇൻഡ് എന്നുള്ളത് ഒരു കീവേഡാണ്. നമുക്ക് ഈ ഇൻഡിനെ വേണമെങ്കിൽ ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു അക്ഷരത്തിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ സ്മോൾ ലെറ്റേഴ്സിൽ ഇൻഡ് യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു കീവേഡാണ്. ഈ രൂപത്തിൽ നമുക്കൊരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. വേരിയബിളിൻ്റെ പേരൊന്നും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് റൂൾ. ഒരിക്കലും ഒരു ഡിജിറ്റിൽ നമ്മൾ ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ആൽഫബറ്റ്സ് ആയിരിക്കണം, അല്ല എങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അല്ലാതെ ഡിജിറ്റിൽ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പെഷ്യൽ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ അണ്ടർസ്കോർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ഹൈഫൺ എന്ന് പറയുന്ന സ്പെഷ്യൽ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യത്തില്ല ഐഡൻറ്റിഫയർ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സിന് കുറച്ച് എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് കീവേഡും ഐഡൻറ്റിഫയേഴ്സും എന്ന് പറയുന്ന സംഭവം. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു സ്പെസിഫിക് മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് സെറ്റ് ചെയ്യുന്ന വേരിയബിൾസിനും ഫംഗ്ഷൻസിനും അറേസിനും എല്ലാം സെറ്റ് ചെയ്യുന്ന നെയിം, അതിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാം വാക്കുകളായിരിക്കും, വേർഡ്സ് ആയിരിക്കും. ഈവൻ സിംഗിൾ ക്യാരക്ടർ ആയിരുന്നാലും അതിനെ ഐഡൻറ്റിഫയർ എന്നാണ് പറയുന്നത്. നമ്മൾ വേരിയബിൾസിൻ്റെ പേരായിട്ട് A എന്നും B എന്നും C എന്നും ഒക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാം ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള ടോക്കൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 2 ടോക്കൺസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.